ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 15 തിങ്കളാഴ്ചയാണ്. എല്ലാവരും വിഷു ഒക്കെ കഴിഞ്ഞ് ആഘോഷത്തിന്റെ ഒരു മൂഡിൽ തന്നെ ആയിരിക്കും എന്നറിയാം. മാർക്കറ്റിലേക്ക് വന്നാൽ യുഎസിലെ 3 മാർക്കറ്റുകളും 1% മുകളിലാണ് വെള്ളിയാഴ്ച നഷ്ടം ഉണ്ടാക്കിയത്. ഡൗ ജോൺസ് 475 പോയിന്റ്സാണ് ഇടിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ് എന്നത് പ്രതീക്ഷ നൽകുന്നു. റിസൾട്ടുകൾക്ക് ശേഷം JP മോർഗൻ അവിടെ 6% മുകളിൽ ഇടിവുണ്ടാക്കി. ഇപ്പോൾ ഫോക്കസിലുള്ളത് ബിറ്റ് കോയിനും ഗോൾഡും തന്നെയാണ്. ബിറ്റ് കോയിൻ 7.9% ഇടിഞ്ഞ് 61,842 ഗോൾഡ് ഓൾ ടൈം ഹൈയിൽ തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവെ വീക്ക് തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയും സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് ഒരു 140 മുതൽ 150 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് തന്നെയാണ്. ഇനി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രസക്തമായ കുറച്ച് വാർത്തകളിലേക്കാണ് ആദ്യം. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത ഇസ്രായേൽ ഇറാൻ സംഘർഷം തന്നെയാണ്. ഇസ്രായേൽ വ്യവസായിയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ രൂക്ഷമായ ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങുന്നു. ഇസ്രായേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡസൻ കണക്കിന് ഡ്രോൺ വിക്ഷേപിച്ചതായി ഇറാൻ അറിയിച്ചു. 20 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഡ്രോണുകൾ. ഈ ഒരു വാർത്ത കാരണം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. ഈ ഒരു വാർത്തയുടെ മറ്റ് ആഘാതങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കങ്ങൾ രൂക്ഷമായതിനാൽ സ്വർണ്ണവില ഔൺസിന് $2,410 കടന്നു. പുതിയ റെക്കോർഡ് ഉയരം രേഖപ്പെടുത്തി. 2023 സ്വർണം 13% ഉയർന്നത്. എന്നാൽ ഈ വർഷം മാത്രം 14% നേട്ടം ഇതിനോടകം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി സ്വർണത്തിനുള്ള വിലവർധനവിനുള്ള കാരണങ്ങൾ കൂടി നോക്കാം. ഉയർന്ന പണപ്പെരുപ്പം, പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ, ആഗോള ജിയോ പൊളിറ്റിക്സ്, പിരിമുറുക്കം എന്നിവയുടെ പശ്ചാത്തലത്തിൽ സ്വർണത്തിൽ വലിയ ബൈയിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെയാണ് 300ഓളം ഡ്രോണുകളും മിസൈലുകളും ഇറാൻ തൊടുത്തുവിട്ടു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഏതായാലും ഈ പ്രശ്നങ്ങളെല്ലാം കാരണം പല റേറ്റിംഗ് ഏജൻസികളും ഗോൾഡിന്റെ റേറ്റ് $3,000 കടക്കുമെന്ന് പ്രവചിക്കുന്നു. UBS $2,500 എത്തുമെന്ന് പറയുന്നു. JP മോർഗൻ $2,500 തന്നെ എത്തുമെന്നാണ് പറയുന്നത്. BOA 2025ഓടെ $3,000 എത്തുമെന്ന് പറയുന്നു. ഡേവിഡ് റോസൻബർഗ് $3,000 എത്തുമെന്നും സിറ്റിയും $3,000 എത്തുമെന്നാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. സ്വർണത്തിന്റെ വിലവർധനവിന്റെ വാർത്തകൾ വരുന്നതിനോടൊപ്പം ക്രൂഡ് ഓയിലിന്റെ വില $100 എത്തും എന്ന വാർത്തകളും വരുന്നു. അതിലേക്ക് മിഡിൽ ഈസ്റ്റിലെ ഉയർന്ന ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കാരണം വരാനിരിക്കുന്ന ആഴ്ചയിൽ ഇന്ത്യൻ വിപണിയിൽ ഉയർന്ന ചാഞ്ചാട്ടം ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്. ഏപ്രിൽ 13 ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി. ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ക്രൂഡ് ഓയിൽ ബാരലിന് $100 മുകളിലെത്താൻ സാധ്യതയുണ്ട് എന്ന വാർത്തയാണ് ഇവിടെ പറയുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ. ആദ്യം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 9% വർധനവാണ് കമ്പനി ഉണ്ടാക്കിയത്. റവന്യൂവിൽ 3.5% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 28 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു കമ്പനി ആനന്ദ് രതി വെൽത്ത് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 33% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 56.6 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഇയർ ഓൺ ഇയറിൽ 29% വർദ്ധിച്ചു. 184.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി എംഫസിസ് ആണ്. IT സൊല്യൂഷൻസ് പ്രൊവൈഡർ ആമസോൺ വെബ് സേവനങ്ങളുമായി മൾട്ടി ഇയർ ഗ്ലോബൽ സ്ട്രാറ്റജി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി സെൻകോ ഗോൾഡ് ആണ്. കമ്പനി അതിൻ്റെ സ്വർണത്തിൻ്റെ ബിസിനസ്സിൽ 13% വർധനവും ഡയമണ്ട് ബിസിനസ്സിൽ 19% വർധനവും രേഖപ്പെടുത്തിയെന്ന് കമ്പനി അറിയിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ കൂടി നോക്കാം. ആദ്യം ബൽറാംപൂർ ചിനി മിൽസ്, GNFC, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഐഡിയ, ഇന്ത്യ സിമൻസ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, നാഷണൽ അലുമിനിയം, PEL, സി എൻ്റർടൈൻമെൻറ്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സെഷനാണ്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും രാവിലെ 9 മണി മുതൽ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക് തിങ്കളാഴ്ച ഏപ്രിൽ 15 ഇന്ത്യ WPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തുവരും. അന്നേ ദിവസം തന്നെ ഇന്ത്യ WPI മാനുഫാക്ചറിംഗ് ഇയർ ഓൺ ഇയർ ഡാറ്റ പുറത്തുവരും. യൂറോ ഏരിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും ഇന്ത്യ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റയും US റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും തിങ്കളാഴ്ച തന്നെയാണ്. ഒത്തിരിയേറെ ഡാറ്റകൾ നിറഞ്ഞ ഒരു ദിവസമാണ് തിങ്കളാഴ്ച. ചൊവ്വാഴ്ച ഏപ്രിൽ 16 ചൈന GDP ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അന്നേ ദിവസം തന്നെ ചൈന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ, US മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റയും പുറത്തുവരും. ബുധനാഴ്ച ഏപ്രിൽ 17 UK ഇൻഫ്ലേഷൻ റേറ്റ്,
യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് അന്നേ ദിവസമാണ്, ബുധനാഴ്ചയാണ്. വ്യാഴാഴ്ച ഏപ്രിൽ 18-ന് US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് പുറത്തുവരും. വെള്ളിയാഴ്ച ഏപ്രിൽ 19-ന് ഇന്ത്യൻ ഇലക്ഷനുകളുടെ ഫസ്റ്റ് ഫേസ് ആരംഭിക്കുകയാണ്. അന്ന് തന്നെ ഇന്ത്യൻ ബാങ്ക് ലോൺ ഗ്രോത്ത് റേറ്റ് പുറത്തുവരും. ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റ പുറത്തുവരും. ഇന്ത്യ MPC മീറ്റിംഗ് മിനിറ്റ്സ് ഡാറ്റയും അന്നേ ദിവസം തന്നെയാണ്. കൂടാതെ ഏർണിംഗ് സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരാഴ്ചയാണ്. ഏപ്രിൽ 16-ന് ക്രിസിലിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഏപ്രിൽ 17-ന് റിസൾട്ട് വരുന്ന കമ്പനികൾ ഹാത്വേ, ICICI ലംബാർഡ് ഇൻഷുറൻസ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ എന്നീ കമ്പനികളുടെ റിസൾട്ടാണ്. വ്യാഴാഴ്ച ബജാജ് ഓട്ടോ, HDFC ലൈഫ് ഇൻഷുറൻസ് എന്നീ കമ്പനികളുടെ റിസൾട്ട്. ഏപ്രിൽ 19-ന് വെള്ളിയാഴ്ചയിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, വിപ്രോ എന്നീ കമ്പനികളുടെ റിസൾട്ടാണ് വരുന്നത്. എല്ലാ ദിവസവും നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും വരുന്ന റിസൾട്ടുകൾ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇനി നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റി 22,519-ൽ 1.03% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 ദിവസം നിഫ്റ്റി ഉണ്ടാക്കിയ നേട്ടം വെള്ളിയാഴ്ചത്തെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കി. വെള്ളിയാഴ്ച നെഗറ്റീവ് നോട്ടിൽ ആരംഭിച്ച നിഫ്റ്റി ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ കൂടി വന്നതോടെ ഇടിയുകയായിരുന്നു. നിഫ്റ്റിയുടെ വീക്ക്ലി ഗെയിൻ നോക്കിയാൽ തുടർച്ചയായ 4ാമത്തെ ആഴ്ചയും നിഫ്റ്റി പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച 0.03% നേട്ടം മാത്രമായിരുന്നു നിഫ്റ്റി ഉണ്ടാക്കിയത്. എന്നിരുന്നാലും കഴിഞ്ഞ 4 ആഴ്ചയും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്തൊരു ക്രൂഷ്യൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,340 മുതൽ 22,370 വരെയുള്ള ഒരു ലെവലാണ്. അപ്സൈഡിൽ 22,620 മുതൽ 22,650 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സോൺ ആവാനും സാധ്യതയുണ്ട്. മാർച്ച് 19-ലെ ലോ ആയ 21,815-ൽ നിന്ന് ഏകദേശം 1000 പോയിന്റ്സിന്റെ നേട്ടമാണ് നിഫ്റ്റി ഇതിനോടകം ഉണ്ടാക്കിയത്. അടുത്തത് ഡേ ക്യാൻഡിൽ. ചെറിയ അപ്പർ വിക്കോട് കൂടിയ ഒരു വലിയ ബീറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽ വലിയ അപ്പർ വിക്കോട് കൂടിയ ഒരു ചെറിയ ബീറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 22,700-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,200-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,500 ATM സ്ട്രൈക്കിൽ 25% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 339% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണുള്ളത്. 22,450 സ്ട്രൈക്കിൽ 47% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 358% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ഉള്ളത്. അടുത്തത് 22,550 സ്ട്രൈക്കിൽ 125% വർധനവ്, പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 2,082% വർധനവ്, നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 48,564-ൽ 422 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. 49,000 എന്ന മാർക്ക് ടച്ച് ചെയ്യാൻ അന്ന് സാധിച്ചില്ല. അതായത് 49,000 എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. 49,000-ന് മുകളിലായിട്ട് ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ 50,000-ലേക്ക് ബാങ്ക് നിഫ്റ്റി അടുക്കും എന്നാണ് കാണുന്നത്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം 49,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 50,500-ലും അതിനുശേഷം 49,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 48,500-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. അതായത് വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,500-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 11.53-ൽ 3.83% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 2 ദിവസത്തെ ഇടിവിന് ശേഷം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുമായിരുന്നു വെള്ളിയാഴ്ച. നിഫ്റ്റി 22,600 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 22,650 എന്ന നിലയിൽ 22,525 വരെ അന്നേ ദിവസം നിഫ്റ്റി ഡൗൺ ആവുകയുണ്ടായി. നല്ല പ്രോഫിറ്റാണ്, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. അടുത്തത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. 48,800 PE ആയിരുന്നു. 48,715-ലായിരുന്നു എൻട്രി എടുക്കുന്നത്. ടാർഗറ്റായ 48,500 ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നല്ല പ്രോഫിറ്റായിരുന്നു നമുക്ക് ലഭിച്ചത്. അടുത്തത് IRCTC 1020 CE ആയിരുന്നു എൻട്രി എടുക്കുന്നത്. 41.45 എന്ന നിലയിൽ
ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 50 ആയിരുന്നു. 50 നമുക്ക് കൃത്യമായി തന്നെ ഹിറ്റ് ചെയ്യാനും സാധിച്ചു. F&O സെഗ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. നിരവധി സ്വിംഗ് സ്റ്റോക്കുകളും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി, നല്ല പ്രോഫിറ്റിലേക്ക് വരികയും ചെയ്തു. അത്തരത്തിൽ ആദ്യത്തെ സ്റ്റോക്ക് ആർക്കെയിൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ആയിരുന്നു, ACI. 642 ഏപ്രിൽ 10 എൻട്രി എടുക്കുന്നത്. 704 വരെ സ്റ്റോക്ക് അപ്പായി. 8% മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് അശോക് ലൈലാൻഡ് 177 എൻട്രി എടുക്കുന്നത്. 181 വരെ സ്റ്റോക്ക് അപ്പായി. ഫെബ്രുവരി 21 എൻട്രി എടുക്കുന്നത്. 2.2% പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ബിക്കാജി ഫുഡ്സ് 542 എൻട്രി എടുത്തു. 560 വരെ സ്റ്റോക്ക് അപ്പായി. ഫെബ്രുവരി 19 എൻട്രി എടുക്കുന്നത്. 3.2% പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ നമുക്ക് ലഭിച്ചത്. അടുത്തത് CDSL 1891 എൻട്രി എടുത്തത്. 1950 വരെ സ്റ്റോക്ക് അപ്പായി. ഏപ്രിൽ 10 എൻട്രി എടുത്തു. കൂടാതെ ഫെബ്രുവരി 26 നമ്മൾ ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്തിരുന്നു. രണ്ടിലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ് ആയിരുന്നു. 3055 എൻട്രി എടുക്കുന്നത്. 3200 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഏപ്രിൽ 10 സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. നിരവധി F&O സ്റ്റോക്കുകളും സ്വിംഗ് സ്റ്റോക്കുകളും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 827 കോടി രൂപയുടെ വലിയ സെല്ലിംഗ് ആണ് വെള്ളിയാഴ്ച നടത്തിയത്. DIS ആവട്ടെ 6341 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇതോടെ FIS ഏപ്രിൽ മാസത്തിൽ 10362 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞു. US മാർക്കറ്റിലേക്ക് റെഗുലർ സെഷനിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ വീണ്ടും ഇടിയുകയുണ്ടായി. ഡൗ ജോൺസ് 475 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. നാസ്ഡാക്ക് 1.65% ഇടിഞ്ഞു. S&P 500 1.46% ഇടിഞ്ഞത്. ഒരു സമയത്ത് ഡൗ 582 പോയിന്റ്സ് ഇടിഞ്ഞിരുന്നു. വലിയ നഷ്ടത്തിലേക്കാണ് പോയത്. പിന്നീട് ഒരു റിക്കവറി അവിടെ ഉണ്ടാവുകയായിരുന്നു. ഇപ്പോഴത്തെ US ഈ ഇടിവിന് 2 കാരണങ്ങളാണ്. ഒന്ന് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും മറ്റൊന്ന് പുറത്തു വന്ന Q4 റിസൾട്ടുകളുമാണ്. പ്രതീക്ഷകളെ മീറ്റ് ചെയ്യാത്ത റിസൾട്ടുകളായിരുന്നു പുറത്തു വന്നത്. JP മോർഗൻ ചേസ് 6% റിസൾട്ടുകൾക്ക് ശേഷം ഇടിഞ്ഞത്. വെൽസ് ഫാർഗോ ഏകദേശം റിസൾട്ടുകൾക്ക് ശേഷം 0.4% ഇടിയുകയുണ്ടായി. സിറ്റി ഗ്രൂപ്പ് 1.7% ഇടിഞ്ഞു. ഈ വാരാന്ത്യത്തിൽ ഇറാന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയതോടെ ഓയിൽ പ്രൈസുകൾ ഉയരുകയുണ്ടായി. ഇനി പ്രധാനപ്പെട്ട 2 ഫെഡ് പ്രസിഡന്റ്മാരുടെ സ്പീച്ച് കൂടി പുറത്തു വന്നിരുന്നു. അതിലേക്ക് പണപ്പെരുപ്പം ലക്ഷ്യം വെച്ച നിലയിലേക്ക് മടങ്ങാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും ഈ വർഷം 2 നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബോസ്റ്റൺ ഫെഡ് പ്രസിഡന്റ് സൂസൻ കോളിൻസ് പറയുകയുണ്ടായി. കൂടാതെ സെൻട്രൽ ബാങ്കിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പണപ്പെരുപ്പത്തിന്റെ പുരോഗതിയുടെ വ്യക്തമായ ചിത്രത്തിനായി ഏപ്രിൽ 26 വരാനിരിക്കുന്ന പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ PCE റിപ്പോർട്ടിൽ താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി ചിക്കാഗോ ഫെഡ് പ്രസിഡന്റ് ഓസ്റ്റിൻ ഗോൾസ്ബി പറയുകയുണ്ടായി. ഏതായാലും ഫെഡ് എപ്പോൾ നിരക്ക് കുറയ്ക്കും എന്ന ആശങ്ക അവിടെ തന്നെ നിലനിൽക്കുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ടെക് സൈഡിൽ ഇൻഫോസിസ് 1.14% ഇടിഞ്ഞത്. വിപ്രോ 2% മുകളിൽ ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1.12% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.53% ഇടിഞ്ഞത്. മേക്ക് മൈ ട്രിപ്പ് 2.82% ഇടിഞ്ഞപ്പോൾ ഡോക്ടർ റെഡ്ഡി 1.64% ഇടിഞ്ഞുമാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ചത്തെ വലിയ നഷ്ടത്തിന് ശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.24% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.31% നേട്ടത്തിലും. നാസ്ഡാക്ക് 0.35% ഉയർന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് മിക്സഡ് ആയിട്ടായിരുന്നു. UK മാർക്കറ്റ് FTSE 0.91% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.16% ഇടിയുകയുണ്ടായി. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.13% ഇടിഞ്ഞപ്പോൾ സ്റ്റോക്ക് 600 0.06% ഇടിഞ്ഞത്. മൈനിങ് സ്റ്റോക്കുകൾ 2.4% ഉയർന്നു. ഓട്ടോ സ്റ്റോക്കുകളാണ് ഇടിവിലേക്ക് പോയത് 1.3%. ബ്രിട്ടനിൽ നിന്നും ഒരു ഡാറ്റ പുറത്തു വന്നത് എക്കണോമിക്സ് ഔട്ട്പുട്ട് ഡാറ്റ ആയിരുന്നു. മന്ത് ഓൺ മന്തിൽ 0.1% ഉയരുകയാണ് ചെയ്തത്. ഇത് ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയതുകൊണ്ട് തന്നെ FTSE ഉയരുകയുണ്ടായി. കൂടാതെ യൂറോ ഡോളറിനെതിരെ ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.22% ഉയർന്നാണുള്ളത്. CAC 0.11% ഇടിവിലും FTSE 0.28% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ വാരാന്ത്യത്തിൽ ഇസ്രയേലിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന്റെ ആഘാതം വ്യാപാരികൾ വിലയിരുത്തുന്നതിനാൽ ഏഷ്യ പസഫിക് വിപണികൾ തിങ്കളാഴ്ച ഇടിയുകയുണ്ടായി. ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും പ്രധാനപ്പെട്ട സാമ്പത്തിക ഡാറ്റകൾ ഈ ആഴ്ച പുറത്തു വരാനുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് അത് നിർണായകം തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്
22,452 എന്ന നിലയിലാണ്. 134 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഇന്നൊരു 150 മുതൽ 160 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1.42% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് ഇപ്പോൾ 1.22% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. ഇറാന്റെ വലിയ തോതിലുള്ള വ്യോമാക്രമണത്തിൽ നിന്ന് ഇസ്രയേൽ പ്രതിരോധിക്കുകയും മിഡിൽ ഈസ്റ്റിൽ വിപുലമായ യുദ്ധം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് US ഊന്നി പറയുകയും ചെയ്തതിനെ തുടർന്ന് US ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഞായറാഴ്ച നേരിയ തോതിൽ ഇടിഞ്ഞു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $90.41 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.29% നേട്ടത്തിലാണ്. WTI ഉള്ളത് $85.47 പെർ ബാരൽ എന്ന നിലയിൽ 0.25% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്ത വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.